ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഉലർത്താണ്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ചെമ്മീനാണ്. ശരിക്കും ഇതിൽ പൊടി ചെമ്മീൻ ഉണ്ടല്ലോ, കുഞ്ഞു ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ നമ്മുടെ കയ്യിൽ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഉപ്പ് മഞ്ഞപ്പൊടിയും പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി വേണം, റൗണ്ടായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചുമന്ന മുളക് പൊടിച്ച് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് അരിയുക. പിന്നെ ചെമ്മീൻ വേവിക്കാൻ നേരത്തെ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും കൂടെ ചതച്ചിട്ടിട്ട് നമ്മൾ വേവിക്കും. ഇനി നമുക്ക് ചെമ്മീൻ വേവിക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെമ്മീൻ വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇടിച്ചു വെച്ച പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇതിങ്ങനെ പറ്റിച്ചെടുക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ഒഴിക്കാത്തത്. ഇതിന് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് കുഴപ്പമില്ല, പറ്റിച്ചെടുക്കണം. ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം ഇതിനെ വാങ്ങാനായിട്ട്. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായി. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിൽ വേണം നമ്മുടെ ചെറിയ ഉള്ളി വടഞ്ഞ് വരാനായിട്ട്. ഞാൻ ചെറിയ ഉള്ളി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി എണ്ണയിലേക്ക് ഇട്ട് വഴറ്റും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാം. നന്നായിട്ട് ചെറിയ ഉള്ളി എണ്ണയിൽ ചേർന്ന് വഴണ്ട് വരണം. എണ്ണ ലേശം കൂടുതലാണെന്ന് തോന്നും, പക്ഷേ നമ്മുടെ സ്വാദിന് കുറച്ച് എണ്ണ വേണം. പിന്നെ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ റിഫൈൻഡ് ഓയിലൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ചെറിയ ഉള്ളി ഇതാ വഴണ്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഇടിച്ച മുളക് ചേർക്കാം. നേരത്തെ കാണിച്ച മുളക് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇടിച്ച മുളക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആവണം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പം മാത്രം ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ്റെ നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചതാണ്, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അതും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്യാം. ഇഞ്ചിയും ചെമ്മീനും പച്ചമുളകും കരിവേപ്പിലയും കൂടിയാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ചേർന്ന് ഇനി ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് റോസ്റ്റാണ്. മഞ്ഞപ്പൊടി ഒരു കുറച്ച് ലേശം കുറവുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ലേശം മഞ്ഞപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. ഒരു കൂടുതൽ തന്നെ ചെമ്മീൻ നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ കണ്ടോ? നമ്മൾ ആകെ എരിവിന് ചേർത്തിട്ടുള്ളത് പച്ചമുളകും അതേപോലെ ചുമന്ന മുളകും ക്രഷ് ചെയ്തതുമാണ്. വേറെ മുളക് പൊടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീനാണ്. ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും